ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ വിമർശനം നടത്തിയ കോൺഗ്രസിന്റെ വക്താവ് ഷമാ മുഹമ്മദിന്റെ നടപടി അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ ക്രിക്കറ്റർ യുവരാജ് സിംഗിന്റെ പിതാവും ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായിരുന്ന യോഗരാജ് സിംഗ് ഷമാ മുഹമ്മദിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഷമാ മുഹമ്മദിനെ രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടണം എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, എന്നേക്കാളേറെ ഈ രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നു, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു, ക്രിക്കറ്റ് കളിക്കാരെ സ്നേഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷമാ മുഹമ്മദ് ചെയ്തത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി അങ്ങേയറ്റം സംഭാവനകൾ ചെയ്ത, രാജ്യത്തെ അഭിമാനത്തിലേക്ക് നയിച്ച ഒരു താരത്തെ, ആ താരത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഷമാ മുഹമ്മദിന്റെ നടപടി അങ്ങേയറ്റം ലജ്ജാകരമായ നടപടിയാണ്. അവർ ലജ്ജിക്കേണ്ടതാണ്. ആ ഒരു അർത്ഥത്തിലാണ് യോഗരാജ് ഷമാ മുഹമ്മദിന്റെ നടപടിയെ വിമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ പാകിസ്ഥാനിൽ മാത്രമേ നടക്കൂ. പാകിസ്ഥാനിൽ വസീം അക്രത്തെ പോലത്തെ മുൻകാല താരങ്ങൾ ഇപ്പോഴത്തെ താരങ്ങളെ വിമർശിക്കുന്നു, അവര് എത്ര പഴം കഴിക്കുന്നു ചോദിക്കുന്നു. അതുപോലെയാണ് ഒരു ബോഡി ഷെയ്മിംഗ് പോലെ രോഹിത് ശർമ്മയ്ക്കെതിരായിട്ട് അദ്ദേഹം തടിയനാണ്, ഫിറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യോഗരാജ് പറയുന്നത്, ഞാനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ ഇപ്പോൾ തന്നെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഷമാ മുഹമ്മദിനോട് രാജ്യം വിട്ടു പോകാൻ പറയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇപ്പോ ഷമാ മുഹമ്മദിന്റെ പഴയൊരു ട്വീറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മുമ്പ് ഷമാ മുഹമ്മദ് വിരാട് കോഹ്ലിക്കെതിരായിട്ട് പറഞ്ഞാണ്, വിരാട് കോഹ്ലിയൊക്കെ രാജ്യം വിട്ടു പോകണം. കാരണം വിരാട് കോഹ്ലി ഓസ്ട്രേലിയൻ കളിക്കാരെയൊക്കെ പുകഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി രാജ്യം വിട്ടു പോകണമെന്ന് ഷമാ മുഹമ്മദ് മുമ്പ് പറഞ്ഞിരുന്ന ഒരു ട്വീറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി. യോഗരാജ് സിംഗ് മാത്രമല്ല, ക്രിക്കറ്റർ ഹർഭജൻ സിംഗും ഇപ്പോ ഷമാ മുഹമ്മദിനെതിരെ പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഹർഭജൻ സിംഗ് പറയുന്നത്, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഇന്ത്യൻ ടീമിൽ എത്തുന്നത് ഫിറ്റ്നസിന്റെ അനേകം തലങ്ങൾ കടന്ന് എത്തിയിട്ടാണ്. ഷമാ മുഹമ്മദിന് ഫിറ്റ്നസിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ചോ പ്രാഥമിക പാഠങ്ങളോ ഒന്നും അറിയില്ല എന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഫിറ്റ്നസിന്റെ പേരിൽ രോഹിത് ശർമ്മയെ വിമർശിക്കുന്നത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. യോഗരാജ് സിംഗ് പറയുന്നത്, നേരത്തെയും പലരും ഇതേപോലെ തന്നെ പരാമർശങ്ങൾ നടത്തിയിരുന്നു, ഇതൊക്കെ പാകിസ്ഥാനിൽ മാത്രമേ നടക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓസ്ട്രേലിയയോടും ന്യൂസിലൻഡും തോറ്റ ഉടനെ തന്നെ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും എതിരായിട്ട് ചിലർ പടപ്പുറപ്പാടുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതിനെയും അദ്ദേഹം അപലപിക്കുന്നുണ്ട്. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന്റെ നിലപാടുകളെ ക്രിക്കറ്റിന്റെ ഉന്നതാധികാര സമിതിയായ BCCIയും അപലപിച്ചിരിക്കുകയാണ്. ഇത് കളിക്കാരുടെ ആത്മവീര്യം തകർക്കുന്ന നിലപാടാണ്. ഇത്തരം പരാമർശങ്ങളുമായിട്ട് ആരും രംഗത്ത് വരരുത് എന്നാണ് BCCIയും പറഞ്ഞിരിക്കുന്നത്. ഇതും കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട്.